യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം അധ്യായം 41. അനന്തരം അവൻ എന്നെ മന്ദിരത്തിലേക്ക് കൊണ്ടുചെന്നു മുറിച്ചുവരുകളെ അളന്നു. മുറിച്ചുവരുകളുടെ വീതി ഇപ്പുറത്ത് 6 മുഴവും അപ്പുറത്ത് 6 മുഴവുമായിരുന്നു. പ്രവേശനത്തിൻ്റെ വീതി 10 മുഴവും പ്രവേശനത്തിൻ്റെ പാർശ്വഭിത്തികൾ ഇപ്പുറത്ത് 5 മുഴവും അപ്പുറത്ത് 5 മുഴവുമായിരുന്നു. അവൻ മന്ദിരം അളന്നു. അതിൻ്റെ നീളം 40 മുഴം, വീതി 20 മുഴം. പിന്നെ അവൻ അകത്തേക്ക് ചെന്നു പ്രവേശനത്തിൻ്റെ മുറിച്ചുവരുകളെ അളന്നു. കനം 2 മുഴവും പ്രവേശനത്തിൻ്റെ വീതി 6 മുഴവും മുറിച്ചുവരുകളുടെ വീതി 7 മുഴവുമായിരുന്നു. അവൻ അതിൻ്റെ നീളം അളന്നു 20 മുഴം, വീതി മന്ദിരത്തിനൊത്തവണ്ണം 20 മുഴം. അത് അതിവിശുദ്ധ സ്ഥലമെന്ന് അവൻ എന്നോട് കൽപ്പിച്ചു. പിന്നെ അവൻ ആലയത്തിൻ്റെ ചുവർ അളന്നു. കനം 6 മുഴം. ആലയത്തിൻ്റെ ചുറ്റുമുള്ള പുറവാരത്തിൻ്റെ വീതി 4 മുഴം. എന്നാൽ പുറവാരമുറികൾ ഒന്നിൻ്റെ മേൽ ഒന്നായി 3 നിലയായും നിലയിൽ 30 വീതവും ആയിരുന്നു. അവ ചുറ്റും ആലയത്തിനും പുറവാരമുറികൾക്കും ഇടയിലുള്ള ചുവരിന്മേൽ പിടിപ്പാൻ തക്കവണ്ണം ചേർന്നിരുന്നു. എന്നാൽ തുലാങ്ങൾ ആലയഭിത്തിക്കകത്ത് ചെന്നില്ല. പുറവാരമുറികൾ ആലയത്തിൻ്റെ ചുറ്റുപാടും മേലോട്ട് വിസ്താരമേറും. ആലയത്തിൻ്റെ ചുറ്റും മുറിക്കകത്ത് മേലോട്ട് വീതി കൂടും. അതുകൊണ്ട് പുറവാരത്തിൻ്റെ വിസ്താരം മേലോട്ട് ഏറും. താഴത്തെ നിലയിൽ നിന്ന് നടുവിലത്തേതിൽ കൂടി മേലത്തെ നിലയിൽ കയറാം. ഞാൻ ആലയത്തിൻ്റെ ചുറ്റിലും പൊക്കമുള്ള ഒരു തറ കണ്ടു. പുറവാരമുറികളുടെ അടിസ്ഥാനങ്ങൾ ഒരു മുഴുതെണ്ണായിരുന്നു. പരിഗളം വരെ 6 മുഴം. പുറവാരത്തിൻ്റെ പുറമെയുള്ള ചുവരിൻ്റെ കനം 5 മുഴമായിരുന്നു. എന്നാൽ ആലയത്തിൻ്റെ പുറവാരമുറികൾക്കും മണ്ഡപങ്ങൾക്കും ഇടയിൽ ആലയത്തിനു ചുറ്റും 20 മുഴം വീതിയുള്ള മുറ്റമുണ്ടായിരുന്നു. പുറവാരത്തിൻ്റെ വാതിലുകൾ തിണ്ണയ്ക്ക് നേരെ ഒരു വാതിൽ വടക്കോട്ടും ഒരു വാതിൽ തെക്കോട്ടുമായിരുന്നു. തിണ്ണയുടെ വീതി ചുറ്റും 5 മുഴമായിരുന്നു. മുറ്റത്തിൻ്റെ മുമ്പിൽ പടിഞ്ഞാറോട്ടുള്ള കെട്ടിടം 70 മുഴം വീതിയുള്ളതും കെട്ടിടത്തിൻ്റെ ചുറ്റുമുള്ള ചുവർ 5 മുഴം കനമുള്ളതും 90 മുഴം നീളമുള്ളതുമായിരുന്നു. അവൻ ആലയം അളന്നു. നീളം 100 മുഴം. മുറ്റവും കെട്ടിടവും അതിൻ്റെ ചുവരുകളും അളന്നു. അതിനും 100 മുഴം നീളം. ആലയത്തിൻ്റെ മുൻഭാഗത്തിൻ്റെയും കിഴക്കുള്ള മുറ്റത്തിൻ്റെയും വീതിയും 100 മുഴമായിരുന്നു. പിന്നെ അവൻ മുറ്റത്തിൻ്റെ പിൻപുറത്ത് അതിനെതിരെയുള്ള കെട്ടിടത്തിൻ്റെ നീളവും അതിന് ഇപ്പുറത്തും അപ്പുറത്തുമുള്ള നടപ്പുരകളും അളന്നു. 100 മുഴം. അകത്തെ മന്ദിരത്തിനും പ്രാകാരത്തിൻ്റെ പൂമുഖങ്ങൾക്കും ഉമ്മരപ്പടികൾക്കും അഴിയുള്ള ജാലകങ്ങൾക്കും ഉമ്മരപ്പടിക്കുമേൽ 3 നിലയായി ചുറ്റുമുണ്ടായിരുന്ന നടപ്പുരകൾക്കും നിലം തൊട്ട് ജാലകങ്ങളോളവും പലകയടിച്ചിരുന്നു. ജാലകങ്ങളോ മൂടിയിരുന്നു. അകത്തെ ആലയത്തിൻ വാതിലിൻ്റെ മേൽഭാഗം വരെയും പുറമേയും ചുറ്റും എല്ലാ ചുവരിന്മേലും അകത്തും പുറത്തും ചിത്രപ്പണി ഉണ്ടായിരുന്നു. കെരൂബുകളും ഈന്തപ്പനകളും അതിന്മേൽ കൊത്തിയിരുന്നു. കെരൂബിനും ഇടയിൽ ഓരോ ഈന്തപ്പനയും ഓരോ കെരൂബിന് 2 മുഖവും ഉണ്ടായിരുന്നു. മനുഷ്യമുഖം ഇപ്പുറത്തുള്ള ഈന്തപ്പനയുടെ നേരെയും ബാലസിംഹമുഖം അപ്പുറത്തുള്ള ഈന്തപ്പനയുടെ നേരെയുമായിരുന്നു. ആലയത്തിൻ്റെ ചുറ്റും എല്ലായിടവും ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നു. നിലം മുതൽ വാതിലിൻ്റെ മേലറ്റം വരെ കെരൂബുകളും ഈന്തപ്പനകളും ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു മന്ദിരത്തിൻ്റെ ഭിത്തി. മന്ദിരത്തിന് ചതുരമായുള്ള മുറിച്ചുവരുകളും വിശുദ്ധ മന്ദിരത്തിൻ്റെ മുമ്പിൽ യാഗപീഠം പോലെയുള്ള ഒന്നുമുണ്ടായിരുന്നു. യാഗപീഠം മരം കൊണ്ടുള്ളതും 3 മുഴം ഉയരവും 2 മുഴം നീളവും ഉള്ളതുമായിരുന്നു. അതിൻ്റെ കോണുകളും ചുവടും വശങ്ങളും മരം കൊണ്ടായിരുന്നു. അവൻ എന്നോട്, ഇത് യഹോവയുടെ സന്നിധിയിലെ മേശയാകുന്നു എന്ന് കൽപ്പിച്ചു. മന്ദിരത്തിനും അതിവിശുദ്ധ മന്ദിരത്തിനും 2 കതകുണ്ടായിരുന്നു. കതകുകൾക്ക് 2 മടക്കുകതക് ഉണ്ടായിരുന്നു. ഒരു കതകിന് 2 മടക്കുകതക്, മറ്റേ കതകിന് 2 മടക്കുകതക്. ചുവരുകളിൽ എന്ന പോലെ മന്ദിരത്തിൻ്റെ കതകുകളിന്മേലും കെരൂബുകളും ഈന്തപ്പനകളും ഉണ്ടാക്കിയിരുന്നു. പുറമേ പൂമുഖത്തിൻ്റെ മുമ്പിൽ ഒരു കനത്ത മരത്തുലമുണ്ടായിരുന്നു. പൂമുഖത്തിൻ്റെ പാർശ്വങ്ങളിൽ ഇപ്പുറത്തും അപ്പുറത്തും
അഴിയുള്ള ജാലകങ്ങളും ഈന്തപ്പനകളും ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു ആലയത്തിൻ്റെ പുറവാര മുറികളുടെയും തുലാങ്ങളുടെയും പണി.